അസ്സലാമലൈക്കും, എല്ലാവർക്കും ഷാലോസ് ഡ്രീമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പച്ചമാങ്ങ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി തേങ്ങ അരച്ച മത്തിക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചട്ടി ഇതുപോലെ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു സവോള ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള കുറച്ച് വഴന്ന് വരുന്ന സമയത്ത് ഒരു 6 ചെറിയ ഉള്ളി അരിഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഒന്നും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോളയും ചെറിയ ഉള്ളിയും വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടെ ഒന്ന് വഴറ്റി ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്ന സമയത്ത് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം കറി ലീഫും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമാങ്ങ നമുക്കിതുപോലെ കഷ്ണാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. മാങ്ങ ചെറുങ്ങനെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് തേങ്ങയും അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മസാലയോട് ഇത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അല്പം ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി സ്പീഡിൽ മിക്സ് ചെയ്താൽ മത്തി ഒടിഞ്ഞു പോകും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പെല്ലാം ആവശ്യത്തിനിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇത് സിമ്മിലേക്കാക്കി വെക്കാം. സിമ്മിലാക്കി ഒരു 10 മിനിറ്റും കൂടി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 3 ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഇതുപോലെ വഴറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.